ഡേയ്സ് എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മണി, പണം അല്ലേ. പിന്നെ ഈ കേരളത്തിൽ ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പണമാണ് എന്നാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിനേക്കാൾ മറ്റുള്ള എന്ത് കാര്യത്തേക്കാൾ പണം വേണം. പണം ഇല്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ. മണി ഈസ് ദ ബേസിക് ഓഫ് എവരിത്തിങ് എന്നാണ്. എല്ലാ വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകം തന്നെ പണമാണ് അല്ലേ. അപ്പോൾ പണം നിങ്ങൾക്ക് കഷ്ടപ്പെടാതെയും എളുപ്പത്തിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ചില അഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ അഫർമേഷൻസ് മാത്രമാണ്. ഈ അഫർമേഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അഫർമേഷൻ നിങ്ങൾ രാവിലെയും വൈകിട്ടും പറയണം. പുസ്തകത്തിൽ എഴുതിയെടുക്കുക, പുസ്തകം നോക്കി വായിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം? 21 ഡേയ്സ് ഇത് പറയണം. തീർച്ചയായിട്ടും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയുകയാണ്. മണി അട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം സാമൂഹ്യ പരിസ്ഥിതിയാണ്. അതായത് നിങ്ങൾക്ക് പണം ലഭിക്കാൻ പറ്റിയ ഒരു പരിസ്ഥിതിയിലായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ സാമൂഹ്യ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകൾ, സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വിശ്വാസം വേണം എന്നുള്ളതാണ്. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്നും ഒരു 20 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാതെ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവില്ല. ആദ്യം നിങ്ങൾ ആൽഫ സ്റ്റേജിലിരിക്കണം, പിന്നെ ബീറ്റ സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് ബീറ്റ സ്റ്റേജിലിരുന്നാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ മെഡിറ്റേഷൻ മാത്രമാണ് പ്രതിവിധിയുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും കണ്ണടച്ചിരുന്ന് ശാന്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വളരെ ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവന്നിട്ട് വിഷ്വലൈസേഷൻ അതിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ തരാൻ പോകുന്ന അഫർമേഷൻസ് നിങ്ങൾ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടേയിരിക്കണം, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മാനസികാവസ്ഥ അതിന് തക്കതായിരിക്കണം എന്നുള്ളതാണ്. മനസ്സ് അതുപോലെ കൊണ്ടുവരണം. നിങ്ങളത് ആയിത്തീർന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവണം എന്നല്ല. ആവണം എന്ന് പറയാൻ ആകാതിരിക്കാം, അങ്ങനെയല്ല. നിങ്ങൾ ആയിത്തീർന്നു, വേണം എന്നുള്ളതാണ്. അപ്പോൾ വേണം, ലഭിച്ചു, കിട്ടി, ഇതൊക്കെ ഏറ്റവും പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? സാമൂഹ്യ പരിസ്ഥിതി വേണം, ബിലീഫ്, വിശ്വാസം വേണം, അതുപോലെ തന്നെ റിപ്പീറ്റായി പറയണം, അതുപോലെ മനോഭാവം വേണം, മാനസികമായിട്ടുള്ള മനോഭാവം വേണം. ലാസ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ഇമോഷണൽ ഫീലിങ്സ് വേണം. നമ്മുടെ ഇമോഷനിൽ അത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ കണ്ണടച്ചിരുന്ന കുറച്ച് നേരം ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു കൈ നീട്ടിപ്പിടിക്കുക, എല്ലാ സ്ഥലത്തുനിന്നും ചുറ്റുവത്തിട്ട് നിങ്ങൾ പണം ഇങ്ങനെ പറന്നു വരുന്നതായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും ആദ്യമൊന്നും, ഒരു കുറച്ച് ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. പൈസ ഇങ്ങനെ പറന്നു വരുന്നതായിട്ട്, നിങ്ങൾ ആ പൈസ ഇങ്ങനെ വീഴാണ് നിങ്ങളുടെ ബോഡിയിലേക്ക്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇനി ഞാൻ അഫർമേഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ അഫർമേഷൻ എഴുതിയെടുത്തോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിൻ്റ്, ഞാൻ ഒരു മണി മാഗ്നറ്റ് ആണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം എ മണി മാഗ്നറ്റ്. ഞാനൊരു മണി മാഗ്നറ്റ് ആണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയുകയാണ്, ഞാൻ വേറൊരു ക്ലാസ് പഠിക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പോയിന്റുകൾ വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയത്. ആ പോയിന്റുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയെടുക്കുക, ഞാൻ ഒരു മണി മാഗ്നറ്റ് ആണ്. ഇപ്പോൾ ഏത് മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന വ്യക്തിയെയും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയും, അവർ പറയുന്നൊരു വാക്കാണ് ഐ ആം എ മണി മാഗ്നറ്റ് അല്ലേ. അപ്പോൾ എഴുതിയെടുക്കുക,
ഞാൻ ഒരു മണി മാഗ്നറ്റാണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാണ്, എനിക്ക് പണം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭിക്കുന്നു. ജോലി എടുക്കണ്ട, കഷ്ടപ്പെടണ്ട, മറ്റുള്ളവരോട് ചോദിക്കണ്ട, അല്ലേ? അപ്പോൾ എനിക്ക് പണം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, എന്നിലേക്ക് പണം പല മാർഗങ്ങളിലൂടെ ആവശ്യാനുസരണം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിലേക്ക് പണം പല മാർഗങ്ങളിലൂടെ ആവശ്യാനുസരണം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിലേക്ക് പണം പല മാർഗങ്ങളിലൂടെ ആവശ്യാനുസരണം വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ പോയിന്റ് പറയാണ്, എൻ്റെ ജീവിതത്തിൽ പണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് പോയിന്റ്, പല വരുമാന മാർഗങ്ങളും ഞാൻ കണ്ടെത്തി, അതിൽ നിന്നും പണം സമ്പാദിക്കുന്നു. പല വരുമാന മാർഗങ്ങളും ഞാൻ കണ്ടെത്തി, അതിൽ നിന്നും പണം സമ്പാദിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്. ഇത് പറഞ്ഞപ്പോൾ ആലോചിക്കുക കേട്ടോ. ഒരു ആളെ ഞാൻ പരിചയപ്പെട്ടു, ഒരു പേഴ്സണെ, പേരൊന്നും പറയില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. അയാൾക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, അത് ഫെയിൽഡായി. അങ്ങനെ നിരാശപ്പെട്ട് കിടക്കുന്ന സമയത്താണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഒന്ന് രക്ഷിച്ചു തരാമോ അയാളെന്ന് ചോദിച്ചു. അതായത് മനസ്സിനെ രക്ഷിച്ചു തരാമോ. 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് അയാൾ ഓക്കെ ആയി, വളരെ സന്തോഷവാനാണ്. അപ്പോൾ ആ ബ്രേക്കപ്പിലായി പോയ പെൺകുട്ടി ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാവരും ഓടിച്ചു കളയുവാണോ എന്ന്. ഓടിച്ചു കളയുകയല്ല, ആ കുട്ടി ഒന്നും മിണ്ടാതെ അയാളിൽ നിന്നും പോയതാണ്. അപ്പോൾ ആ കുട്ടി തിരിച്ചു വന്നാൽ ഇയാളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ പോകും. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഒത്തുതീർപ്പ് വേണം, അതിനൊന്നും ഇയാളും തയ്യാറല്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റേതായ ക്ലാസ് എടുത്തു, അയാളെ രക്ഷിച്ചു. അപ്പോൾ ഇത് പറയാൻ കാരണം അയാൾക്ക് ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട്. അയാൾ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ അയാളൊരു ഡ്രൈവറാണ്, ദൂരെ ലോങ് ഡിസ്റ്റൻസൊക്കെ ഓട്ടം പോകും ആളുകളെ കൊണ്ട്, അങ്ങനെ പണം സമ്പാദിക്കുന്നുണ്ട്. അതുകൂടാതെ അയാൾ വേറെ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വർക്കുകളിൽ പണം സമ്പാദിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ പോയിന്റ് വന്നപ്പോൾ ഞാൻ അയാളെ പറ്റി ഓർത്തു. പല വരുമാന മാർഗങ്ങളും ഞാൻ കണ്ടെത്തി, അതിൽ നിന്നും പണം സമ്പാദിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സിക്സ്ത് പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴുള്ള എൻ്റെ സമ്പത്തിലും വരാൻ പോകുന്ന സമ്പത്തിലും ഞാൻ സന്തോഷവാനാണ്. ഇപ്പോഴുള്ള എൻ്റെ സമ്പത്തിലും വരാൻ പോകുന്ന സമ്പത്തിലും ഞാൻ സന്തോഷവാനാണ്. ഇപ്പോഴുള്ള എൻ്റെ സമ്പത്തിലും വരാൻ പോകുന്ന സമ്പത്തിലും ഞാൻ സന്തോഷവാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമ്പത്തുണ്ട് അല്ലേ, അതിൽ നിങ്ങൾ സന്തോഷവാനാണ്. വരാൻ പോകുന്നതിലും സന്തോഷവാനാണ്. ഇപ്പോഴുണ്ടെന്ന് കരുതി ഇനി വേണ്ട എന്ന് പറയുന്നില്ല, വന്നോട്ടെ, ഇഷ്ടം പോലെ വന്നോട്ടെ അല്ലേ. ഓക്കെ, ഈ അഫർമേഷൻസ് രാവിലെയും വൈകിട്ടും നല്ലവണ്ണം പറയുക. റിപ്പീറ്റായി പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ചെല്ലുന്ന വാക്കുകൾ, ചിന്തകളെല്ലാം അവിടെ റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ന്യൂറോൺസിൻ്റെ ഒരു പ്രോഗ്രാം ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അത് ഫിൽറ്റർ ചെയ്ത് നല്ല ചിന്തകളെ വയ്ക്കും, ബാക്കിയുള്ളതിനെ അരിച്ചു പെറുക്കി പുറത്തേക്ക് കളയും, ചീത്തയായതിനെ. അതുകൊണ്ട് ഇങ്ങനെ അഫർമേഷൻസ് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നടക്കില്ലെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ വെറും നുണയാണ്, തട്ടിപ്പാണെന്നോ, എനിക്കിതിനൊന്നും സമയമില്ലെന്നോ ഒന്നും കരുതരുത്. ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, പണം സമ്പാദിക്കുക. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊരു സൂപ്പർ ക്ലാസ്സായി വരുന്നതായിരിക്കും.